Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു പീര വറ്റിച്ചതാണ് തയ്യാറാക്കുന്നത്. ചെമ്മീനും പച്ചമാങ്ങയൊക്കെ ചേർത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ പീര വറ്റിച്ചത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നെത്തോലി, ചെറിയ ചെറിയ മത്തി, അതുപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നല്ലൊരു നാടൻ കറി ആയതുകൊണ്ട് ഞാനിതിപ്പോൾ ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10-12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 പച്ചമുളക്. നമ്മൾ എരിവിന് വേണ്ടി ഇതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി പോകണ്ട കേട്ടോ, ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുമ്പോൾ ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ തോരൻകൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചെമ്മീനിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. 2 പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ ഇല്ലെങ്കിൽ 2-3 ചെറിയ കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞതോ ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി. ചെമ്മീൻ ഒന്ന് വെന്ത് വരുമ്പോൾ ചെമ്മീൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഇത് മൺചട്ടിയിലായതുകൊണ്ട് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്ന ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ചെമ്മീനായതുകൊണ്ട് ഇത് പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാം. ഈ മാങ്ങയൊന്നും പൊടിഞ്ഞ് പോകാതൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെമ്മീനൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെമ്മീനിൽ ഇറങ്ങി വന്നിട്ടുള്ള കുറച്ച് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കടുക് വറുക്ക് താളിക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം ഈ ചട്ടിയിൽ ഇരുന്നിട്ടൊന്ന് പാകമാവണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.